ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ നീണ്ടൊരു ബ്രേക്കിന് ശേഷം ഇന്ന് ഒരു ഫുൾ വീഡിയോ എന്നല്ല മിക്സായിട്ട് 2 ദിവസമായിട്ട് എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ പപ്പ പോയതിന് പിന്നെ ഞാനും പോവാണ് കേട്ടോ. ഒരു 6:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, ജിമ്മിന് പോകും. 6:30 ജിമ്മിലെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഇപ്പോൾ ഒന്ന് മഴ തോർന്ന സമയം നോക്കിയിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നേരെ നമ്മൾ ഫസ്റ്റ് നെബുവിൻ്റെ അടുത്ത് പോകും. ടവളെടുത്തിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജിമ്മിൽ പോകാം. കിടന്നിരിക്കാ ബർത്ത്ഡേ എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും കേട്ടോ. നമ്മളടുത്ത് ഇങ്ങനെ തമാശക്ക് സൂചിപ്പിക്കും, പക്ഷെ എപ്പോഴും മറക്കും ചെയ്യും. ഞാൻ അങ്ങനെ അന്ന് രാവിലെ എൻ്റെ അടുത്ത് കയറി എൻ്റെ ബർത്ത്ഡേ പക്ഷെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളറിയാതെ ജിമ്മിൽ എല്ലാവരുടെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ രാവിലെ തന്നെ അവൾ പറയും ചെയ്തു. അങ്ങനെ ഇതാ നമ്മൾ രണ്ടാളും കൂടി ഞങ്ങളൊന്ന് ഡ്രോപ്പ് ചെയ്യണം. പക്ഷേ തലേ ദിവസം നമുക്കൊരു ചെറിയൊരു ആഗ്രഹം തോന്നിയിട്ടോ. മഴയത്ത് നമുക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേപോലെ മഴ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിനായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് തിരിച്ചു പോകുമ്പോൾ ഒന്ന് എടുക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഏതായാലും ജിമ്മ് കഴിഞ്ഞ് പോവുകയാണ്. അവൾ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ പോകുന്നത് കുറച്ചപ്പുറം കൂടി വേണമെന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ മഴയൊക്കെ ഒന്ന് കൊണ്ട് നേരെ വീട്ടിലെത്തിയപ്പോൾ ഇതാ ഉമ്മ ദോശ ഉണ്ടാക്കും. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പൊടിദോശ മതി. ഞാൻ ഇൻസ്റ്റയിലൊരു പൊടിദോശൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശ ഞാൻ വന്നിട്ട് ചുട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മ എല്ലാവർക്കും ഉള്ള ചുട്ടിട്ട് അവരെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദോശ ചുട്ടിട്ട് അതിൻ്റെ മേലെ ഉമ്മ ചമ്മന്തിപ്പൊടി ഉണ്ട്, ഇഡ്ഡലിക്ക് കൂട്ടുമ്പോൾ ചമ്മന്തിപ്പൊടി, അതൊരു പ്രത്യേക നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ദോശ ഒന്നിങ്ങനെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അതൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പപ്പക്കാണെങ്കിൽ ഇഷ്ടം അതിൽ സവാള ഇട്ടിട്ടാണ് കേട്ടോ, ഓണിയൻ ഊത്തപ്പം പോലെ. പക്ഷേ ഊത്തപ്പം കുറച്ച് കട്ടിയിലല്ല ഉണ്ടാവുക, ദോശയിലിട്ടാലും മതി പപ്പ കേട്ടോ. അപ്പോൾ എനിക്കുള്ളത് ഞാൻ ഇങ്ങനെ നല്ല പോലെ ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. വാവച്ചയ്ക്ക് ന്യൂസിനൊന്നും വല്ലാണ്ടായിട്ട് ഇഷ്ടമായിട്ടില്ല. അവർ ചോദിക്കും ഉമ്മിൻ്റെ ഫേസ് പാക്ക് എടുത്തിട്ട് ദോശപ്പൊടിയിൽ ഇടുന്നത്. കുറച്ച് ഗീയൊക്കെ പുരട്ടി ഇതേപോലെ പപ്പക്ക് കുറച്ച് ഒണിയനൊക്കെ ഇട്ട് ആക്കിയിട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ദോശ വയ്ക്കൽ കഴിഞ്ഞു. ഇനി നൈവ് ഹെർബൽ സ്കിൻ കെയർ പൗഡർ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കലുണ്ട് ഇത് എന്തിനു യൂസ് ആക്കുന്നതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ നൈവ് ഹെർബലിൻ്റെ സ്കിൻ കെയർ ഓയിൽ മുന്നേ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ടല്ലോ. ആ സ്കിൻ കെയർ ഓയിൽ തേച്ചിട്ട് നമുക്ക് കഴുകി കളയാൻ ഇതായിട്ട് യൂസ് ചെയ്യാം. ഞാൻ നോർമലി മുഖത്ത് ഫേസ് വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ആക്കില്ല. സ്കിൻ കെയർ പൗഡർ അത് കുറച്ച് എടുത്തിട്ട് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുക. ഇത് തികച്ചും ഹെർബലാണ്. ഒരുപാട് ഹെർബ്സ് അടങ്ങിയിട്ട് മിക്സ് ചെയ്തിട്ട് മരുന്നുകൾ വേടിച്ച് ഉണക്കി പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഞാൻ അടുത്ത് തൈരിലും അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ടാൻ അടിക്കാൻ വെയിലൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ നല്ല പോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി കേട്ടോ. അതിനപ്പുറം വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയുക. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുക. അതായത് നമുക്ക് ഫേസ് നല്ല സ്മൂത്ത് ആവുകയും സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യും. കെമിക്കൽസ് ഇല്ലാത്ത നല്ല മരുന്നുകളൊക്കെ അടങ്ങിയിട്ടാണ്. അങ്ങനെ ഇതാ കൂടെയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോ വേറെ ദിവസം എടുത്തതാണ്. ഇനി ഒരു എത്തിങ്ങാനയിലേക്ക് പോകാനുണ്ട് കേട്ടോ. അതായത് പോകുന്ന വഴിയിൽ പാലൊക്കെ നിറഞ്ഞിങ്ങനെ അടുത്തെത്താൻ അത്രയും വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്തിങ്ങാനയ്ക്ക് എന്തിനാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോണ വഴിയിൽ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ തലശ്ശേരി എത്തിങ്ങാന ഒരു പട്ടാമ്പി അടുത്ത ഭാഗത്ത് തന്നെ ആറങ്ങോട്ട് സൈഡിൽ അവിടെ കഴിഞ്ഞ ഇയറിൽ ഈ ഒരു വർഷത്തിലാണ് എൻ്റെ താത്ത മരിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫസ്റ്റ് കസിൻ, അതായത് മൂത്താപ്പാൻ്റെ മോള്. അപ്പോൾ താത്ത മരിച്ചിട്ട് 1 year ആയി. എത്ര പെട്ടെന്നാണെന്നറിയോ. സത്യത്തിൽ ഒരുപാട് കളിക്കും ചിരിക്കും തമാശ റീൽ ചെയ്യും ഇതൊക്കെ ചെയ്യുമ്പോഴും ചിലവരൊക്കെ ഒരു ആക്കി പറയണ പോലെ പറയും എനിക്കെന്താ റീലെടുത്താൽ പോലെ. എല്ലാവരുടെ ഉള്ളിലും അവരുടേതായ വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാവും. ശരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താത്ത. അതായത് നമ്മൾ പുറമേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹങ്ങൾ ഇത് കാണിച്ചില്ലെങ്കിലും നമുക്ക് നമ്മളെ കൂടപ്പുറപ്പ് നമ്മളെ കയ്യിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വേദനയാണല്ലോ അല്ലേ. അത് തീർത്താതിരാത്തൊരു വേദനയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു മിസ്സിങ്ങും ആ ഒരു ആബ്സെൻസും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് ഫീൽ ചെയ്തവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ആ ഒരു കൊല്ലം തേച്ചിലായിരുന്നു. അപ്പോൾ അതിനെ പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് നല്ല മഴയുള്ള ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനത് 2 ഡേയ്സിലായിട്ട് എടുത്ത വ്ളോഗാണ്. ഒറ്റ ഡേയിലായിട്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മളിതാ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്.
തിരിച്ചെത്തിയിട്ട് വീണ്ടും ബാക്ക് ടു എൻ്റെ ഡ്രസ്സിലേക്ക് തന്നെ മാറി. ഞാനൊരു ചെറിയൊരു കുഞ്ഞു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് നമ്മൾ ഓർഗാനിക് ഹെന്നയും അതുപോലെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെന്നയും തമ്മിൽ ഡിഫറൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ നെഫു ഹെന്ന, അറിയാത്തവർക്ക് പറയണമെങ്കിൽ ഇൻസ്റ്റ പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ നെഫു ഹെന്ന എന്നുള്ളത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് കൊടുക്കാം കേട്ടോ. അതിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തികച്ചും വീട്ടിൽ കെമിക്കൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കുന്ന ഹെന്നയാണ്. എൻ്റെ ചാനലിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോറി, വീഡിയോസൊക്കെ ഉണ്ട്. എൻ്റെ ഇൻസ്റ്റ പേജ് ചെക്കൗട്ട് ചെയ്താൽ കൂടുതൽ അറിയാം. ബ്രൈഡൽ ഹെന്ന സർവീസും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത് കൊടുക്കും. നിങ്ങൾ പട്ടാമ്പി ഏരിയയിൽ എടപ്പാൾ ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ ഈ ഹെന്ന ഞാൻ ഉപയോഗിച്ചൊരു ഹെന്നയായിരുന്നു. അതെടുത്തിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് ബോളിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടിഷ്യൂ പേപ്പറാണ് പറയുന്നത് വീഡിയോയിൽ. പക്ഷേ ഞാൻ ലൈറ്റ് കാരണം കുറഞ്ഞ ഒരു വൈറ്റ് പേപ്പർ ആട്ടോ എടുത്തിട്ടുള്ളത്. ആ പേപ്പർ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഹെന്നയാണെങ്കിൽ അതൊരു ഓറഞ്ച് ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു കളറിൽ തന്നെ വരും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഹെന്നയാണ് നമ്മളതിൽ കുറച്ച് സമയം വെച്ചിട്ട് എടുക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിലേക്കാണ് വരിക. അപ്പോൾ കൂടുതലായിട്ട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെന്ന ഒന്നും മാക്സിമം യൂസ് ആക്കാതിരിക്കുക. അപ്പം എൻ്റെ കയ്യിൽ മൊത്തത്തിലായിട്ടോ. ഞാൻ ഒന്ന് കൈ കഴുകാൻ വേണ്ടിയിട്ട് ഒന്ന് മാറിയതാണ്. അപ്പോൾ ഞാനിതൊന്ന് വെച്ചിട്ട് ഒന്ന് പോയി നോക്കിയപ്പോൾ ഇതുപോലെ അത് ഈ കളറിലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അതൊരു ഓറഞ്ച് ഷെയ്ഡായിട്ട് ഉണ്ടാവും. അതൊന്നുണ്ട് ആ മൈലാഞ്ചി ഒന്നുകൊണ്ട് മാറിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കളറേക്ക് ഒന്നും ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഹെന്നയിൽ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ലാത്തൊരു ഹെന്നയാണെന്നുള്ള ടെസ്റ്റ് ചെയ്തത് പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓർഗാനിക് ഹെന്നയും നെയിൽ കോണും ആവശ്യമുള്ളവർ, അതുപോലെ തലയിൽ തേക്കുന്ന ഹെയർ ഹെന്ന ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ നെഫു ഹെന്ന എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അതുപോലെ തന്നെ നൈവ് ഹെർബലിൽ സ്കിൻ കെയർ പൗഡർ ആവശ്യമുള്ളവർക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെഫു ഹെന്നൻ്റെ ഹെന്ന ഓർഡേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെന്ന ഓർഡേഴ്സ് ഇപ്പോൾ കൊറിയർ അയച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനസ്ഡേ വരെ അയച്ചാൽ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്യേണ്ടവർക്ക് വന്ന് കളക്ട് ചെയ്യാം. അതാ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ താങ്ക് യു. ടാറ്റ ബൈ. അസ്സലാമു അലൈക്കും.